ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് മീഡിയയുടെ ദ ഡാർക്ക് സൈഡ്. അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ കാണിക്കൂ. അവർക്ക് തോന്നിയ ആരെ വേണമെങ്കിലും അവർക്ക് വലിച്ചു കയറാം. അവരുടെ ഇടയിൽ ഇൻറ്റേർണലി നടക്കുന്ന കാര്യങ്ങൾ അവർ തമ്മിൽ കൈയും കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? നാട്ടുകാരെ കാണിക്കാതെ വിടും. ഇത് ലോകം അറിയേണ്ട, നമ്മൾ ജനങ്ങൾ ഇവരെ ചോദ്യം ചെയ്യേണ്ട വിഷയമാണ്. ഈ 24/7 ന്യൂസ് ചാനലുകളെ. അഞ്ജന ശശി, നിങ്ങൾ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നോട്ട് ചെയ്തോ? ഇതിലൊരു പോസ്റ്റ് കിടക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് വന്ന പോസ്റ്റാണ്. ഇവർ ജേർണലിസ്റ്റാണ്. ഓക്കെ, ഇവരിട്ട പോസ്റ്റാണ്. ഞാൻ സ്ട്രെയിറ്റ് അവേ ഇവരിട്ട പോസ്റ്റിൻ്റെ കുറേ അധികം ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി കാര്യം മനസ്സിലാവും. ഞാൻ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചു. എന്തിന് രാജിവെച്ചു? സ്ഥാപനത്തിനുള്ളിൽ നിന്നു തന്നെ പോരാടാമായിരുന്നില്ലേ എന്നൊക്കെ രാജിവിവരം അറിഞ്ഞപ്പോൾ പലരും ചോദിച്ചിരുന്നു. ഇത്തരത്തിൽ ഫോണിലും നേരിട്ടുമൊക്കെ ചോദിച്ചവരോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നത് പിന്നീട് വിശദമായി എഴുതാമെന്നും പറഞ്ഞിരുന്നു. ഈ വിഷയത്തിലുള്ള ആദ്യ പോസ്റ്റാണിത്. ഇവർ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ച് പോകാനുള്ള റീസൺ, ഓക്കെ, ഈ റീസണാണ് ഇനി ഇവിടുത്തെ ഈ 24/7 ന്യൂസ് ചാനലുകൾ മൂടി വെച്ച റീസൺ. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സിനിമാക്കാരെ വിളിച്ചിരുത്തിയിട്ട് ആകെ പോക ഒറഞ്ചം കീറി വിട്ടിട്ടുണ്ട്. ഹാഷ്മിയുടെ ഘോര പ്രസംഗം, സുജയ പാർവതി, സ്മൃതി പരുത്തിക്കാട്, വിനു വി ജോൺ, പിന്നെ നമ്മുടെ മാധു, എല്ലാവരും ചാടി ഇറങ്ങി അങ്ങോട്ട് കൊട്ടുവാളെടുത്ത് വീശലായിരുന്നു അല്ലേ? അപ്പോഴും പല സിനിമാക്കാരും തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പത്രമാധ്യമം ഹാൻഡിൽ ചെയ്യുന്നവരുടെ ഇടയിൽ ഇങ്ങനത്തെ വിഷയങ്ങളില്ലേ? അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് ICC ഉണ്ട് സാർ, ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ട് സാർ, ഞങ്ങൾക്ക് നോക്കാൻ അറിയാം സാർ. നിങ്ങളുടെ ഇടയിലുള്ള ഒരാൾക്ക് വന്ന ഇഷ്യൂ ആ ലേഡി കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടും അവരെ അടിച്ചമർത്തിയിട്ടും ഈ വിഷയങ്ങൾ ഒരു ചാനലിലും ഒരു അന്തിച്ചർച്ചയിലും ഘോര ചർച്ചയായിട്ട് ഞാൻ കേട്ടില്ല സാർ. അതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. മാതൃഭൂമി പത്രത്തിൽ നിന്നും കഴിഞ്ഞ 17 വർഷത്തെ സേവനത്തിന് ശേഷം സെപ്റ്റംബർ 28-നാണ് രാജി നൽകിയത്. ദ്വയാർത്ഥ പ്രയോഗ വിദഗ്ധനായ, അശ്ലീല ആംഗ്യഭാഷയോട് അമിതമായ അഭിനിവേശമുള്ള, തീർത്തും സ്ത്രീവിരുദ്ധനായ ഒരു മേലുദ്യോഗസ്ഥൻ്റെ പെരുമാറ്റ ദൂഷ്യം 3 വർഷങ്ങൾക്ക് മുമ്പ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനെതിരെ നടത്തിവന്ന പ്രതികാര നടപടികൾ എല്ലാ പരിധികൾക്കും ലംഘിച്ചപ്പോഴാണ് രാജിവെച്ച് നിയമവ്യവസ്ഥയുടെ പിന്തുണയോടെ പോരാടാം എന്ന തീരുമാനത്തിലെത്തിയത്. പരസ്യ പ്രതികരണത്തിനു മുമ്പ് നിയമവഴിയിൽ ചെയ്തു തീർക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ടായിരുന്നു. എന്നെ അവഹേളിച്ച സീനിയർ ജനറൽ മാനേജർ വെള്ള പൂശിക്കൊണ്ട് സ്ഥാപനം, ആ വ്യക്തി തന്നെ, ഓക്കെ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, തയ്യാറാക്കിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സഹിതം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പ്രസ് ക്ലബ് സുഹൃത്തുക്കളോടൊപ്പം പോയി അയാൾക്കെതിരെ പരാതി നൽകുന്ന എന്നതാണ് ആദ്യം ചെയ്തത്. മാതൃഭൂമിയിൽ 1-2 മാസത്തിൽ സാധാരണ എല്ലാ ICC അന്വേഷണങ്ങളും പൂർത്തിയാക്കാറുണ്ട്. എന്നാൽ എൻ്റെ പുനർപരാതിയിലുള്ള ഈ ഒരു കേസ് മാത്രം കുറേ അധികം മാസങ്ങൾ, ഓക്കെ, തീർത്തിട്ടാണ് പരിഹരിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മാധ്യമങ്ങളാണ് ഇവിടെ ഇരുന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ICC വരണ്ടേ, ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് സെല്ല് സിനിമയിൽ വരണ്ടേ, സാർ ഇവിടെ ഘോരമായി പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീകൾ സാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വീരവാദങ്ങൾ അടിച്ചു വിട്ടിരുന്നത്. കുറച്ചുകൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ഈ ലേഡിക്ക് എന്താ സംഭവിച്ചത്. ഇവിടെ IPC സെഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിയമ നടപടികൾ ആദ്യം തീർത്തതിന് ശേഷം മാത്രം ഇവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇവരുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. രാജിവെച്ച വാർത്തയായപ്പോഴാണ് ടിയാനെ കുറിച്ചുള്ള പരാതി പ്രളയം. അതായത് ഈ ഒരു ലേഡി മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ചേംബറിലേക്ക് ഈ ലേഡി പോവുകയും വളരെ അസഭ്യമായ വാക്കുകൾ കൊണ്ട് ഈ ലേഡിയെ ഹരാസ് ചെയ്യുകയും വളരെ മോശമായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിച്ചിട്ട് ഈ ലേഡിയെ ഹരാസ് ചെയ്യുകയുമാണ് മാതൃഭൂമിയുടെ
മെയിൻ മാൻ ചെയ്തത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷോർട്ട്. ഇനി ഇവർ പരാതിയായിട്ട് ചെന്ന സമയത്ത് ഇതേ വ്യക്തി ഇതേ സ്ഥാപനത്തിലിരുന്നു കൊണ്ട് ബാക്കിയുള്ളവരോട് ചെയ്ത കാര്യങ്ങളാണ് ഇനി ഞാനിപ്പോൾ വായിക്കുന്നത്. രാജിവെച്ച് വാർത്തയായപ്പോഴാണ് ടിയാനെക്കുറിച്ചുള്ള പരാതി പ്രളയം പിന്നാമ്പുറക്കഥകളും എന്നെ തേടിയെത്തിയത്. കമ്പനിയുടെ FM വിഭാഗത്തിൽ 15ഓളം പേരുള്ള ടീം മീറ്റിങ്ങിനിടയിൽ രാത്രി ഷിഫ്റ്റുകളിൽ ജോലിഭാരം കൂടുതലാണെന്ന് പരാതി പറഞ്ഞ കുഞ്ഞു പ്രായമുള്ള RJ പെൺകുട്ടികളോട് ജോലിഭാരം കൂടുന്നതിന് മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ, രാത്രിയിലെ രതിഭാരം ഒരു പ്രശ്നവുമാവില്ലേ എന്ന വൃത്തികെട്ട ശരീരഭാഷയോടെ പറഞ്ഞതും അത് കേട്ടവർ കണ്ണു തള്ളി നിന്നതും ഞാൻ അറിഞ്ഞ ഒരു സംഭവം. ഓക്കെ, കൊച്ചി യൂണിറ്റിലെ എഡിറ്റോറിയൽ മീറ്റിംഗ് പത്രക്കാരെ പേജിനേഷൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അന്ന് HR വിദഗ്ധനായിരുന്ന ടിയാൻ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടല്ലേ, പേജ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, ഒരു രതിസുഖം അനുഭവിക്കുന്ന പോലെ വേണം പേജിനേഷനിലേർപ്പെടാൻ എന്നൊക്കെ സ്വതസിദ്ധമായ വഷളൻ ഭാഷയോടെ വളരെ സീരിയസ് ആയി തട്ടിവിട്ടു അത്രേ. അതായത് ഇയാൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഈ മാതൃഭൂമിയുടെ ഈ ലേഡി കംപ്ലൈൻറ്റ് ആർക്കെതിരെയാണ് കൊടുത്തത്, അയാളുടെ സ്ഥിരം പരിപാടിയാണ് ഈ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക. പെൺകുട്ടികളോടൊക്കെ ജോലിഭാരത്തിനെ കുറിച്ച് പറയുന്ന പെൺകുട്ടികളോട് നിങ്ങളുടെ രാത്രിയിലെ രതിഭാരം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ മൈൻഡ് എന്താ, മെൻറ്റാലിറ്റി എന്താ? ഇയാളുടെ അടിയിൽ പണിയെടുക്കുന്ന ആണോ പെണ്ണോ, ഇയാൾ ഏത് കണ്ണിലൂടെയോ അവരുടെ ആക്ടിവിറ്റീസ് നോക്കുന്നത്? ഇതിപ്പോൾ ഒരു സിനിമയിലെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്ളോഗറോ ആണ്, അയാൾക്കെതിരെയാണ് ഇങ്ങനെ ക്ലിയർ കട്ടായിട്ട് ഈ ലേഡി പിൻ പോയിൻ്റ് ആയിട്ട് അന്ന് ഈ കേസ് ഉന്നയിച്ചിട്ടുണ്ട്. പോലീസിലേക്ക് പോവാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നുണ്ട്, ഈ പോസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് കയറിയിട്ട് ഞാൻ ഈ സൈഡിൽ വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കയറിയിട്ട് ഫേസ്ബുക്കിൽ വായിക്കണം. ഈ ലേഡി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു ICC ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി ഇവർ ഓൾറെഡി ഇതിൻ്റെ മേൽ അധികാരികൾക്ക്, മാതൃഭൂമിയുടെ മേലധികാരികൾക്ക് ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ICC സെല്ലും കംപ്ലൈൻറ്റ് സെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അന്വേഷണവും കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സംഗതി ഇവർ അന്ന് ടേക്കപ്പ് ചെയ്തില്ല. ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല ആർക്കും, FIR ആയിട്ടുണ്ട് ഈ സംഗതി. FIR ആവാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇത് അവർ കൃത്യമായിട്ട് മാതൃഭൂമിയുടെ ഹെഡിലേക്ക് അറിയിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി വന്നിട്ട് എന്തുകൊണ്ട് അന്ന് കേസ് കൊടുത്തില്ല എന്നുള്ള ചോദ്യമായിരിക്കും ചോദിക്കാൻ പറ്റില്ല. ഇവരുടെ തന്നെ ഈ ICC ഇൻറ്റേർണൽ സെല്ല്, ഈ ഇൻറ്റേർണൽ സെല്ല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2013 പോഷ് ആക്ട് പ്രകാരമാണ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന ഇതുപോലുള്ള ക്രൂരതകൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ICC കംപ്ലൈൻറ്റ് സെല്ലുകൾ രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് സെല്ല് തികച്ചും ആരാണോ ഇപ്പോൾ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഏറ്റവും ഹയർ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി ആണ് ഇതേപോലുള്ള ഒരു മിസ്ബിഹേവിങ് അതിലുള്ള വേറെ ഒരു ലേഡിയോടോ അല്ലെങ്കിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു വർക്കറോടോ ചെയ്തേന്നുണ്ടെങ്കിൽ ഈ കംപ്ലൈൻറ്റ് സെല്ലുകൾ തികച്ചും ഈ പറഞ്ഞ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ആരാണോ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന അയാളെ എപ്പോഴും സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കും പോലീസിനും ബാക്കിയുള്ളവർക്കും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു താഴെക്കിടയിലുള്ളൊരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതായത് ഈ ജോലി ചെയ്ത ജോലിക്കാരൻ ആരാണോ ആ വ്യക്തിയുടെ കയ്യിൽ ഇനിയിപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മുതലാളിമാരുടെ വല്ല ക്ലിപ്പോ കുപ്പോ ചിപ്പോ സുപ്പോ സാധനങ്ങളോ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും അവർ കാണിക്കുന്ന ഉഡായിപ്പിൻ്റെ ഡീറ്റെയിൽസോ ഇല്ലെങ്കിൽ മാത്രം പെട്ടെന്ന് എന്ത് ചെയ്യും, അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് പല ഇതേപോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികളിലും നടക്കുന്ന സ്ഥിരം പരിപാടിയാണ്. ICC എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇതേപോലൊരു ഇൻറ്റേർണൽ കംപ്ലൈൻറ്റ് സെല്ല് വെറും പ്രഹസനം മാത്രമായിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ചില കേസുകളിൽ പോലീസുകാർ ഈ ICC കൊടുക്കുന്ന റിപ്പോർട്ട് കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനത്തെ സെല്ലുകളിലും ഇതിപ്പോൾ നിയമിക്കുന്ന ആരാ, ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ ഒരു സെല്ല് നിയമിക്കുന്നത് ആ സ്ഥാപനമായിട്ട് റിലേറ്റ് ചെയ്ത് ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ. ആ ടോപ്പിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ ആരോപണം വന്നാൽ പിന്നെ എന്ത് ചെയ്യും?
അപ്പം ഈ ലേഡി സത്യം പറഞ്ഞാൽ ഇവിടെ കംപ്ലൈൻറ്റ് കൊടുത്ത് ഒരു രീതിയിലും ഇവർക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും കിട്ടാതെ ഇവരിത് ടേക്കപ്പ് ചെയ്ത് ഇവരിത് പോലീസിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് ഇവർ ഹൈക്കോർട്ടിലേക്ക് പോയി, ഇവർ മൂവ് ഓൺ ചെയ്യാണ് ഇപ്പോൾ കേസും കാര്യങ്ങളുമായിട്ട്. അതായത് ഒരു ലേഡിക്ക് എന്തൊക്കെയാ മറ്റേ നേരോടെ നിർഭയം, നിങ്ങളെല്ലാവരും ഞങ്ങൾ സേഫാണ് സാർ, നമ്മൾ അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല സാർ എന്നൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഘോരം പ്രസംഗിച്ചിരുന്ന ചാനൽ സിംഹങ്ങളൊന്നും ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടില്ല. ഇനി ഇതിൽ FIR വീണതിൽ FIRൽ കൃത്യമായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എന്താണ് ആക്ച്വലി ഈ കംപ്ലൈൻറ്റ് പോലീസ് ടേക്കപ്പ് ചെയ്തത് എന്നുള്ളതിൽ വളരെ വ്യക്തമായിട്ട് FIRൽ പറയുന്നത്. കോഴിക്കോട് താലൂക്ക് നഗരമംശം മാതൃഭൂമി ദിനപത്രം ഓഫീസിൽ സബ് എഡിറ്ററായി ജോലി ചെയ്യുന്ന പരാതിക്കാരി 2021 സെപ്റ്റംബർ മാസം 4-ാം തീയതി 18:20 മണിക്ക് സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡ്യൂട്ടി സമയം മാറ്റിത്തരണമെന്ന ആവശ്യവുമായി HR മാനേജറായ പ്രതിയുടെ ഓഫീസ് ക്യാബിനിൽ പോയി കണ്ട സമയത്ത് പ്രതി അന്യായക്കാരിയോട് കൈകൊണ്ട് അശ്ലീലകരമായ ആംഗ്യം കാണിക്കുകയും അന്യായക്കാരിയുടെ മര്യാദയ്ക്ക് ദൂഷ്യം വരത്തക്ക രീതിയിൽ പരിഹസിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നും മറ്റും. ഇതാണ് FIRൽ കൊടുത്തിട്ടുള്ള വെരി ക്ലിയർ ആണ്. 2021 ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അപ്പം തന്നെ ദ വെരി നെക്സ്റ്റ് ഡേ ഈ ലേഡി ആ സ്ഥാപനത്തിൻ്റെ മുകളിൽ ഇത് അറിയിച്ചിട്ടും 2024 അവസാനം വരെ അവർ കാത്തിരുന്നിട്ടും ഒരു രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള നടപടിയും മാതൃഭൂമിയെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇനി മാതൃഭൂമി നിങ്ങൾ മാറ്റി വയ്ക്കുക, ഇവിടുത്തെ ബാക്കി എല്ലാ ചാനലുകളും 24, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, മീഡിയ 1, എത്ര ചാനൽസ് ഉണ്ട്. ഇവരാരെങ്കിലും ഇത് ബ്രേക്ക് ചെയ്തോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ഇഷ്യൂസൊക്കെ. അപ്പോൾ അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ വന്നാൽ പൂത്തി വയ്ക്കാൻ മുന്നിലാണ്, കേമന്മാരാണ്. ഇപ്പം ചർച്ച ചെയ്യേണ്ടത് നിങ്ങൾക്കാർക്കും ഈ കാര്യങ്ങൾ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജേർണലിസ്റ്റ്, ഓക്കെ, അവർക്കാണ് ഈ ഒരു ഗതി വന്നിട്ടുള്ളത്. അവർ നിയമപരമായിട്ട് ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവർ FB പോസ്റ്റുമായിട്ട് അവർ ഇറങ്ങുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഘോര പുലികൾക്കാർക്കും ഞാൻ നോക്കുമ്പോൾ മറുനാടൻ വരെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. KUWJയുടെ എന്തോ ഒരു പൊസിഷനൊക്കെ ഇവർക്കുണ്ട് ഈ ഒരു ലേഡിക്ക്, ഇഫ് ഐ എം നോട്ട് റോങ്. അവരൊക്കെ കൂടെ നിന്നു എന്നുള്ളത് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷേ ഇവിടെ ആരും ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഒരു ചാനലിലാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാർത്ത കണ്ടത്. അത് വന്നത് കർമ്മയിലാണ്. കർമ്മയിൽ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ അറിയാലോ. കർമ്മയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇത് ഓഡിറ്റ് ചെയ്യാറില്ല. പക്ഷെ കർമ്മയിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു, മാതൃഭൂമിയിൽ ഒരു സ്ത്രീയും സുരക്ഷിതയല്ല, MDയോട് തുറന്നടിച്ച് ജീവനക്കാരി രാജിവെച്ചു. ജീവനക്കാരിയുടെ തുറന്ന കത്ത് മാതൃഭൂമി MD ശ്രേയാംസ് കുമാറിന്. ഓക്കെ, അന്ന് വന്ന ന്യൂസിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞാൻ പ്ലേ ചെയ്തിട്ട് ഞാൻ പരിപാടികൾ ഇവിടെ നിർത്തുകയാണ്. അധികം ഞാൻ നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചാലും പൊതുജനം മനസ്സിലാക്കുകയോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവിടുത്തെ മീഡിയ, ഞാൻ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കടമെടുക്കുകയാണ് മറ്റേ ജനഗണമനയിൽ. മീഡിയ കാണിച്ചു തരുന്നതാണോ സത്യം? മീഡിയ കാണിക്കുന്നത് മാത്രമാണോ സത്യം? അതോ മീഡിയ സത്യം കാണിച്ചു തരുന്നുണ്ടോ എന്നുള്ള സംശയത്തിന് മുകളിലാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആരോപണം ഉന്നയിച്ച ആൾ ശ്രീ ആനന്ദിന്റെ പകയിൽ അപമാനിക്കപ്പെട്ട് രോഗിയായി മാറി തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ നിസ്സഹായയായി നിൽക്കുകയാണ്. മാതൃഭൂമി എന്ന തൊഴിലിടത്തിലെ സ്ത്രീകൾക്ക് വരും കാലത്ത് ലഭിക്കേണ്ട നീതിക്ക് വേണ്ടിയുള്ള അവസാന വാതിലാണ് അങ്ങ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് താഴെ പറയുന്ന ICCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അനക്ഷർ 3:1 പേജ് 15 ശ്രീ ആനന്ദ് പറയുന്ന ഞാൻ അവരെ എന്റെ റൂമിലേക്ക് വിളിച്ചിട്ടില്ല. സെപ്റ്റംബർ 4-ന് ജോയിന്റ് മാനേജിംഗ് എഡിറ്ററുടെ നിർദ്ദേശപ്രകാരം അവർ എന്റെ റൂമിലേക്ക് വരികയായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജ് 23-ൽ ആനന്ദ് തന്നെ പറയുന്നതായി കാണുന്നുണ്ട്. ഇതിൽ ഗുരുതരമായ തെറ്റുണ്ട്. ആദ്യ ദിനം JME പറഞ്ഞതനുസരിച്ച് 4:30 PM-നോട് അടുപ്പിച്ച് ആനന്ദിനെ കാണാൻ ചെന്നപ്പോൾ ബിസിയാണെന്നും വിളിപ്പിക്കാമെന്നും പറഞ്ഞാണ് അയാൾ തിരിച്ചയച്ചത്. എന്നിട്ട് പിറ്റേ ദിവസം ആനന്ദ് ശ്രീ പ്രസീദിനെ വിട്ടാണ് എന്നെ വിളിപ്പിച്ചത്. ഈ വിവരം ഇന്റേണൽ കമ്മിറ്റി വിചാരണയ്ക്കിടെ പ്രസീദ് സമ്മതിച്ചതാണ്
തെളിവ് കയ്യിലുണ്ട്. ഈ സമയത്ത് തൊട്ടടുത്ത ക്യാബിനുകളിലൊന്നും മറ്റ് ആളുകൾ ഉണ്ടായിരുന്നില്ല. ആദ്യ തവണ ഞാൻ ആനന്ദിനെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിൻ പരിസരത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നതും പിറ്റേ ദിവസം പ്രസീദിനെ വിട്ട് വൈകിട്ട് 6:30 ആനന്ദ് എന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിൻ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ആനന്ദ് തയ്യാറായിരുന്നു എന്നും ഇതിനായി അദ്ദേഹത്തിന് മാനേജിംഗ് എഡിറ്ററുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നും ICC റിപ്പോർട്ടിലെ 16-ാം പേജിൽ കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട്. പരാതിക്കാരി നേരിട്ട് ആനന്ദിന്റെ മുറിയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെല്ലുകയായിരുന്നു എന്ന ആനന്ദിന്റെ വാദവുമായി ഒത്തുപോകുന്നില്ല. പരാതിക്കാരിയുമായി സംസാരിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട നിലപാടിനെ കുറിച്ച് കൃത്യമായ നിർദ്ദേശം JMEയിൽ നിന്ന് ലഭിച്ച ആരോപണ വിധേയൻ പക്ഷെ തന്റെ മൊഴിയിൽ അപ്രതീക്ഷിതമായി പരാതിക്കാരി സ്വന്തം നിലയ്ക്ക് കയറുമെന്ന് സംസാരിക്കുകയായിരുന്നു എന്ന നിലപാട് എടുക്കാൻ കാരണം അന്ന് അവിടെ അരുതാത്തത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. സംഭവം നടന്നതിന് തൊട്ടുപുറകെ എന്റെ സ്ത്രീത്വത്തിന് അപമാനകരമായ രീതിയിൽ ആനന്ദ് പെരുമാറി എന്ന് JMEയോട് പരാതി പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം ഇടപെട്ടാണ് വനിതാ കമ്മീഷനിലും പോലീസ് കേസിലേക്കും പോകുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞതെന്നും മാതൃഭൂമിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ആ നിർദ്ദേശത്തിന് താൻ വഴങ്ങിയതെന്നും അങ്ങയെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാതൃഭൂമി എന്ന വലിയ സ്ഥാപനത്തിന്റെ സൽപ്പേരിന് ആനന്ദ് എന്ന ഒരു കളങ്കിത വ്യക്തിയുടെ മോശം പെരുമാറ്റം കൊണ്ട് പേരുദോഷം ഉണ്ടാകരുതല്ലോ എന്ന ചിന്തയും ഇതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്ന പരാമർശം റിപ്പോർട്ടിലുള്ളത് നിലനിൽക്കുന്നതല്ല എന്ന് അങ്ങയെ അറിയിക്കുന്നു. ശാരീരിക സമ്പർക്കമില്ലാത്ത ഏതൊരു കയ്യേറ്റവും അശ്ലീലമായ ശരീരഭാഷയും വൃത്തികെട്ട ആംഗ്യവും പുച്ഛവും ഏത് ക്യാബിനിൽ വെച്ച് അങ്ങയുടെ മക്കൾ ഉൾപ്പെടെ ഏത് പെൺകുട്ടിക്ക് നേരെയും പ്രയോഗിക്കാമെന്നുള്ള ലൈസൻസ് മാതൃഭൂമിയിലെ മുഴുവൻ പുരുഷന്മാർക്കും നൽകുന്ന എല്ലാ കാലത്തേക്കുമുള്ള ഒരു രേഖയാണ്. അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഏകപക്ഷീയമായ ICC റിപ്പോർട്ട് എന്ന കാര്യം മാതൃഭൂമി കുടുംബത്തിന്റെ തലവൻ എന്ന നിലയിൽ അങ്ങ് ഗൗരവത്തിലെടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഈ കത്ത് എഴുതുന്നത്. ഇത് വരും തലമുറയിലെ പെൺകുട്ടികൾ അവിടെ ആത്മാഭിമാനത്തോടെ സ്ത്രീത്വത്തിന് മുറിവേൽക്കാത്ത രീതിയിൽ പ്രവർത്തിക്കണം എന്ന ഒറ്റ ആഗ്രഹത്തിലാണ് ഇതിനു മുൻപും ഇക്കാര്യം അങ്ങയോട് പരാതിപ്പെട്ടത്. വളരെ ക്ലിയറായി അക്കമിട്ട് നിരത്തി ഇവർ ചാനൽ ഹെഡിനടക്കം ലെറ്റർ അയച്ചിട്ടുണ്ട്. ഒരു വഴിക്കും ഇതിൽ ഇവർക്കൊരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഒരു മീഡിയ പേഴ്സൺസിൻ്റെ ഒരാളുടെയും ഭാഗത്തുനിന്ന് കിട്ടാതാവുമ്പോഴാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇവർ കൊണ്ടുവന്ന് ഈ സാധനങ്ങളൊക്കെ ഇടുക. അതായത് എനിക്ക് സംഭവിച്ചു നാളെ ആർക്കും സംഭവിക്കരുത്. ആൻഡ് ഈ പറയുന്ന ആനന്ദ് എന്ന് പറഞ്ഞ വ്യക്തി ഇയാളൊരു സ്ഥിരം ഈ പരിപാടി ചെയ്യുന്ന ഒരാളാണെന്നുള്ളതും ഇവരുടെ പോസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത്ര കാലം കണ്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്ന 24/7 ചാനലുകൾ നിങ്ങളുടെ വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണോ നിങ്ങൾ? അന്തിച്ചർച്ചയാക്കാൻ ഇല്ലേ? നിങ്ങൾക്ക് വയ്യേ? എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് മനസ്സിലാവും. ജനങ്ങൾക്ക് നിങ്ങളുടെ മുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ചാനലിലും അതിൻ്റെയുള്ള ക്രെഡിബിലിറ്റി എങ്ങനെയാണ് വരിക? എല്ലാ ന്യൂസും കൊടുക്കണം, അതല്ലേ വേണ്ടേ? ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാം കൊടുക്കണം, അല്ലാതെ ഒന്ന് മുക്കി ഒന്ന് വിഴുങ്ങി ഇതല്ലല്ലോ പാറ്റേൺ. സോ ഇത് ടേക്കപ്പ് ചെയ്യണം ചാനലുകൾ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യും, ഓപ്പണായിട്ട് ആളുകളുടെ മുന്നിൽ വന്നിട്ട് അങ്ങനെ ധൈര്യം കാണിക്കും. അതാണ് ശരിക്കും വേണ്ടത്, അല്ലേ? അല്ലാതെ 10 സിനിമാക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ വ്യഭിചാര കഥയും അവരുടെ ഗുൽസിത കഥയും മാത്രം പറഞ്ഞ് അവരെ നാണം കെടുത്തി വിടാന്നുള്ള ലൈനാണോ? അല്ല. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേ, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ച് ചിലരിങ്ങനെയുണ്ട്, എല്ലാവരെ കുറിച്ചുള്ള ചിലരിങ്ങനെയുണ്ട്, ഞങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു, ഞങ്ങൾ അവരെ ഇതാ പുറത്ത് വിടുന്നു, ഇനി ആർക്കും ഒരു ചാനലിലും ഇനി ഈ ഒരു അവസ്ഥ വരരുത് എന്നുള്ള പൊതുജനത്തിന് കാണിച്ചു കൊടുക്കണ്ടേ? അതല്ലേ വേണ്ടേ? ചെയ്യണം. അറിയില്ല ആരെങ്കിലും ടേക്കപ്പ് ചെയ്യോ ഇല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ ഡിസ്കസ് ചെയ്യോ എന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിലും എനിക്ക് കണ്ടപ്പോൾ 10 പറയണം തോന്നി. ഇവിടുത്തെ എല്ലാ ചാനലുകളും ഇപ്പോൾ റൺ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. അല്ലാതെ പഴയ പോലെ TV വന്നിരുന്നിട്ട് ന്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ 10 പ്രമോഷൻ കുത്തിക്കയറ്റിട്ടോ അല്ലെങ്കിൽ 4 ആഡ് കാണിച്ചിട്ടൊന്നും അല്ല ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ഓടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് പല ചാനലുകളും ഹെവി സെറ്റിൽമെൻറ്റ്സ്, അവർക്ക് ആവശ്യമുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പലർക്ക് എതിരെ വന്ന സോളിഡ് എവിഡൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മുക്കി അത് നക്കി അത് സെറ്റിൽ ചെയ്തിട്ടൊക്കെയാണ് പല ചാനലുകളും പൈസ ഉണ്ടാക്കിയത് ഈ റീസെൻ്റ്ലി. ഓക്കെ. ആൻഡ് ഇപ്പോഴാണെങ്കിൽ പോലും ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള പേരിൽ പല സാധനങ്ങളും അൺവാണ്ടഡ്ലി ബ്രേക്ക് ചെയ്ത് അതിനിടയിൽ 10 ആഡ് അവർ പ്ലേസ് ചെയ്ത് ഇതൊക്കെയാണ് ഇവിടുത്തെ ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളെ. സോ അങ്ങനെയുള്ള സമയത്ത് ഇവരുടെ ഇടയിലുള്ള ഈ പ്രശ്നം ഇപ്പോൾ ഹേമ കമ്മിറ്റിയൊക്കെ ഭയങ്കര ചർച്ചയായിട്ട് നിൽക്കുകയുള്ളൂ. സംസാരിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളാണ് എന്ത് ചെയ്തത്, FBയിൽ തുറന്ന പോസ്റ്റ് ഇട്ടിട്ടുള്ളത് മാതൃഭൂമിയിൽ നിന്ന് അനുഭവിച്ച പ്രശ്നം.
ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യ്, കാണട്ടെ.